നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ കഥയാണ്. ഒരു 8 വയസ്സുള്ള കുഞ്ഞ് ആഹാരം കഴിക്കാനായിട്ടിരിക്കുന്നു. എന്നാൽ ആ കുഞ്ഞത് ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മാതാപിതാക്കൾ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അതിൻ്റെ അമ്മ അച്ഛനോട് പറയുന്നു, ആ കുട്ടിയുടെ അച്ഛനോട് പറയുന്നു, ആ കുഞ്ഞിനെ ഒന്ന് ഉപദേശിച്ചിട്ട് ആ മീല് അല്ലെങ്കിൽ ആഹാരം കഴിക്കുവാൻ പറയൂ എന്ന് പറയുന്നു. അച്ഛൻ വളരെ സ്നേഹത്തോടു കൂടി കുഞ്ഞിനോട് ആഹാരം കഴിക്കുവാൻ പറയുന്നു. കുഞ്ഞ് നിർബന്ധം പിടിക്കുന്നു. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ സാധിച്ചു തരാമെങ്കിൽ ഞാൻ ഈ ആഹാരം കഴിക്കാം, എനിക്ക് വേണ്ട എങ്കിലും ഞാൻ ഈ ആഹാരം പൂർണ്ണമായിട്ടും കഴിക്കാമെന്ന് കുഞ്ഞ് പറയുന്നു. അങ്ങനെ അച്ഛൻ അതിന് സമ്മതിക്കുന്നു. മോളെ, നിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ സാധിച്ചു തരാം, നീ ആഹാരം കഴിക്കുമെന്ന് പറയുന്നു. ആ കുഞ്ഞ് മൊത്തം ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്തിട്ട് കുഞ്ഞ് തൻ്റെ അച്ഛനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു, എൻ്റെ മുടി മുഴുവനായിട്ട് ഷേവ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛന് വളരെ വിഷമം തോന്നി. ഇത് കേട്ടുകൊണ്ടിരുന്ന അമ്മ പറഞ്ഞു, നോ നെവർ, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു. പക്ഷേ അച്ഛൻ പറഞ്ഞു, നമ്മൾ മാതാപിതാക്കൾ മാതൃകയായിട്ടിരിക്കേണ്ടവരാണ്. ഞാൻ വാക്ക് പറഞ്ഞു പോയി, ആഹാരം കഴിക്കുമെങ്കിൽ ഞാൻ കുഞ്ഞിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം. അങ്ങനെ അവരൊരു സലൂണിലേക്ക് പോകുന്നു. സലൂണിൽ വെച്ച് ആ കുഞ്ഞിൻ്റെ മുടി ഷേവ് ചെയ്യുന്നു. അങ്ങനെ ആ കുഞ്ഞ് അടുത്ത ദിവസം അവർ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിക്കുന്നു. വേറൊരു പയ്യൻ, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഇതേപോലെ തന്നെ മുടിയില്ലാതെ മുട്ട എന്ന് നമ്മൾ പറയും, മുടിയില്ലാതെ വരുന്നു. അങ്ങനെ മുടിയില്ലാതെ വന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ ഇവരോട് പറയുന്നു, നിങ്ങളുടെ മകളും എൻ്റെ മകനും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കുഞ്ഞിന് ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഈ കുഞ്ഞിന് ക്യാൻസർ വന്നതുകൊണ്ട് അവൻ്റെ മുടി മുഴുവനും പൊഴിഞ്ഞുപോയി. അങ്ങനെ ഞങ്ങളവനെ മുട്ടയടിച്ചു. അങ്ങനെ മുട്ടയടിച്ച സമയത്ത് സ്കൂളിൽ അവൻ വരുന്നില്ല എന്ന് ഈ കുഞ്ഞിനോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ നിങ്ങളുടെ മകൾ ഇങ്ങനെ ഷേവ് തല ഞാനും മുടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നത്. ഇത് കേട്ട രണ്ട് മാതാപിതാക്കളും വളരെ അവരൊരു വല്ലാത്ത വികാരനിർഭരമായി അവർ വികാരാധീനരായിപ്പോയി. വികാരാധീനരായിപ്പോയി. പെട്ടെന്ന് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആ നിസ്വാർത്ഥമായ ആ കുഞ്ഞിൻ്റെ സ്നേഹം, എന്തിനും സാക്രിഫൈസ് ചെയ്യുവാൻ, അത് സ്നേഹത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു നിസ്വാർത്ഥ സേവനം ആണ് ഇവിടെ കണ്ടത്. ഈ ഒരു കഥ കുട്ടികളുടെ കമ്പാഷൻ പറഞ്ഞു കൊടുക്കുന്നതിന് മാതാപിതാക്കൾക്ക് വളരെ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു കഥയുമായി വരാം. നന്ദി, നമസ്കാരം.